നമസ്കാരം. പ്രധാന വാർത്തകൾ. പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജിച്ചതിന് പിന്നിൽ കർണാടക ലോബിയാണെന്ന് വി കെ ശ്രീകണ്ഠൻ MP. പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജനത്തിലൂടെ പാലക്കാടിന്റെയും കേരളത്തിന്റെയും വികസനം ഇല്ലാതാക്കുകയാണ് BJPയുടെ ലക്ഷ്യമെന്നും MP. മുന്നറിയിപ്പുകളോ ചർച്ചകളോ ഇല്ലാതെ റെയിൽവേ ഡിവിഷൻ വിഭജിച്ചതിനെതിരെ പാർലമെന്റിനകത്തും പുറത്തും ശക്തമായ പ്രക്ഷോഭം നടത്തുമെന്നും വി കെ ശ്രീകണ്ഠൻ. പാലക്കാട് റെയിൽവേ ഡിവിഷൻ മാറ്റം ദയാവധത്തിന് മുന്നോടിയായുള്ള നടപടിയാണെന്ന് ഷാഫി പറമ്പിൽ MP. ഇത് യുക്തിരഹിതമായ നടപടിയാണെന്നും കേന്ദ്രത്തിന്റേത് രാഷ്ട്രീയ അവഗണനയാണെന്നും ഷാഫി പറമ്പിൽ. പാലക്കാട് ഡിവിഷനിൽ ഉൾപ്പെട്ട മംഗലാപുരത്തിനെ മൈസൂർ ഡിവിഷനോട് ചേർത്ത നടപടി സങ്കുചിതവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസ്. ചരക്ക് നീക്കത്തിലും യാത്രക്കാരുടെ എണ്ണത്തിലും മുൻപന്തിയിൽ നിൽക്കുന്ന റെയിൽവേ പാലക്കാടിനെ വെട്ടിമുറിച്ചത് കേരളത്തിന് ദോഷം ചെയ്യുമെന്നും കൃഷ്ണദാസ്. ഷൊർണൂർ നഗരസഭയുടെ നിളയോര സൗന്ദര്യവൽക്കരണ പദ്ധതിയുടെ ഭാഗമായി കുട്ടികൾക്കായി ഭാരതപ്പുഴയോരത്ത് സജ്ജമാക്കിയ അമൃത് 2.0 ചിൽഡ്രൻസ് പാർക്ക് തുറന്നുകൊടുത്തു. കുട്ടികൾക്കിനി ആസ്വാദനത്തിന്റെ നാളുകൾ. ചിൽഡ്രൻസ് പാർക്കിന്റെ ഉദ്ഘാടനം P. മമ്മിക്കുട്ടി MLA നിർവഹിച്ചു. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ സമര പോരാളികൾക്ക് ആവേശം പകർന്ന ദേശീയഗാനമായ വന്ദേമാതരത്തെ കേരളത്തിലെ കോൺഗ്രസ് അപമാനിക്കുകയാണെന്ന് BJP പാലക്കാട് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ. രാജ്യത്തിന്റെ ഐക്യവും ദേശീയഗാനവും സംരക്ഷിക്കാൻ BJP പ്രതിജ്ഞാബദ്ധരാണെന്നും പ്രശാന്ത് ശിവൻ. BJP പാലക്കാട് ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാലക്കാട്ട് വന്ദേമാതര സദസ്സ്. ഓപ്പറേഷൻ തൂഫാൻ പരിശോധന. ഒലവക്കോട് പ്ലാറ്റ്ഫോമിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. 350 പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത് ഒലവക്കോട് റെയിൽവേ പോലീസും പാലക്കാട് RPF എന്നിവയുടെ സംയുക്ത പരിശോധനയിൽ. വാർത്തകൾ വിശദമായി. പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജിച്ചതിന് പിന്നിൽ കർണാടക ലോബിയെന്ന് വി കെ ശ്രീകണ്ഠൻ MP പറഞ്ഞു. പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജനത്തിലൂടെ പാലക്കാടിന്റെയും കേരളത്തിന്റെയും വികസനം ഇല്ലാതാക്കുകയാണ് BJP ലക്ഷ്യമെന്നും MP പറഞ്ഞു. മുന്നറിയിപ്പുകളോ ചർച്ചകളോ ഇല്ലാതെ റെയിൽവേ ഡിവിഷൻ വിഭജിച്ചതിനെതിരെ പാർലമെന്റിനകത്തും പുറത്തും ശക്തമായ പ്രക്ഷോഭം നടത്തുമെന്നും വി കെ ശ്രീകണ്ഠൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജിക്കണമെന്ന ആവശ്യം 2 വർഷം മുമ്പ് ഉയർന്ന സമയത്ത് ഇതിനെ നിഷേധിച്ചയാളാണ് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും അധികം വരുമാനമുള്ള പാലക്കാട് ഡിവിഷൻ വിഭജിച്ചത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ കർണാടകയിൽ നിന്നും നേട്ടം കൊയ്യാനുള്ള BJPയുടെ തന്ത്രമാണ്. പാലക്കാട് ഡിവിഷൻ ഉൾപ്പെട്ട മംഗലാപുരം വിഭജിച്ച് മൈസൂരിൽ ചേർത്തതോടെ കേരളത്തിലെ വരാനിരിക്കുന്ന വികസനത്തെ പ്രതികൂലമായി ബാധിക്കും. 83 ദീർഘദൂര ട്രെയിൻ സർവീസ് നടത്തുന്ന മംഗലാപുരം മൈസൂർ ഡിവിഷനിൽ ചേരുന്നത് ജീവനക്കാർക്കും യാത്രക്കാർക്കും ആശങ്ക ഉണ്ടാക്കുന്നതാണ്. കേരളം സഹകരിക്കുന്നില്ലെന്ന പതിവ് പല്ലവി പറഞ്ഞാണ് കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നത്. എന്നാൽ കോച്ച് ഫാക്ടറിക്കായി 213 ഏക്കർ സ്ഥലം വർഷങ്ങൾക്ക് മുൻപ് കേരളം കൊടുത്തെങ്കിലും ഇന്നും ഭൂമി തരിശായി കിടക്കുകയാണ്. മറ്റേതെങ്കിലും വ്യവസായ സ്ഥാപനം ആരംഭിക്കണമെന്ന ആവശ്യം കേന്ദ്രം നിരാകരിക്കുകയാണ്. MPമാരെയോ സംസ്ഥാനമായോ ഒരു ചർച്ചയും നടത്താതെയാണ് പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജിക്കാൻ തീരുമാനിച്ചത്. ഇത് കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ പാപ്പരത്വമാണ്. കേന്ദ്ര സർക്കാർ തീരുമാനത്തിനെതിരെ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും MP വി കെ ശ്രീകണ്ഠൻ പറഞ്ഞു. റെയിൽവേ സ്റ്റേഷന്റെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് മംഗലാപുരമാണ്. കാരണം 83 ദീർഘദൂര ട്രെയിനുകൾ അവിടെ നിന്നും സർവീസ് നടത്തുന്നുണ്ട്. 83 ദീർഘദൂര സർവീസുകൾ പാസഞ്ചർ കൂടാതെ, സ്പെഷ്യൽ ട്രെയിൻ കൂടാതെ, അത് പാലക്കാട് റെയിൽവേ ഡിവിഷന്റെയാണ്. ആ വരുമാനം പാലക്കാട് ഡിവിഷന്റെ രീതിയിലാണ് ഉൾപ്പെടുത്തുക. പാലക്കാട് ഡിവിഷന് കിട്ടുന്ന വരുമാനമായിട്ടാണ് ഈ 83-ലധികം ട്രെയിനുകൾ ഓപ്പറേറ്റ് ചെയ്യാൻ ഉള്ള സാഹചര്യം നഷ്ടപ്പെടുക പാലക്കാട്. മാത്രമല്ല, റെയിൽവേ ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ വരുമാനമുള്ളത് നമ്മുടെ പാലക്കാട് റെയിൽവേ ഡിവിഷനാണ്. റെയിൽവേ കുറച്ചു കാലമായിട്ട് വികസന ഫണ്ട് കണക്കാക്കുന്നത് വരുമാനത്തിന്റെ ആനുപാതികം നോക്കിയിട്ടാണ്. സ്വാഭാവികമായിട്ടും വരുമാനത്തിൽ ഗണ്യമായ ഇടിവുണ്ടാവുമ്പോൾ എന്ത് സംഭവിക്കും? അത് വികസനത്തിന്റെ ഫണ്ട് കുറയും. ഇത് മൈസൂർ റെയിൽവേയുടെ ഭാഗമാക്കുമ്പോൾ എന്ത് സംഭവിക്കും? മംഗലാപുരത്ത് ഉള്ള വരുമാനം മുഴുവൻ മൈസൂർ ഡിവിഷന്റെ കീഴിലാണ്. ഇനി അത് മാത്രമല്ല, ട്രെയിനുകൾ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഒരു സംവിധാനം ഇപ്പോൾ നിലവിൽ പാലക്കാടില്ല. ഇപ്പൊ ട്രെയിൻ ആരംഭിക്കാത്ത, എൻഡ് ചെയ്യാത്ത ഒരു ഡിവിഷനായിട്ട് പാലക്കാട് ഡിവിഷൻ മാറും. തീർത്തും അരോചകമാകും പാലക്കാട് ഡിവിഷൻ. വരുമാനം ഗണ്യമായിട്ട് കുറയും, യാത്രക്കാരുടെ സൗകര്യങ്ങളും കുറയും. ഇനി മംഗലാപുരത്ത് ഓപ്പറേറ്റ് ചെയ്യുന്ന ട്രെയിനുകൾ ഈ വഴിക്കല്ല ആ വഴിക്കാ കൂടുതൽ വേണ്ടത് തീരുമാനിച്ചാൽ മൈസൂർ വഴിയാവും കൂടുതൽ ട്രെയിനുകൾ. അപ്പൊ കടുത്ത ആശങ്ക യാത്രക്കാർക്ക്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പാലക്കാട് റെയിൽവേ ഡിവിഷൻ മാറ്റം ദയാവധത്തിന് മുന്നോടിയായുള്ള
നടപടിയാണെന്ന് ഷാഫി പറമ്പിൽ MP പറഞ്ഞു. ഇത് യുക്തിരഹിതമായ നടപടിയാണെന്നും കേന്ദ്രത്തിന്റേത് രാഷ്ട്രീയ അവഗണനയാണെന്നും പാലക്കാട് മാധ്യമപ്രവർത്തകരോട് MP പറഞ്ഞു. അഡ്മിനിസ്ട്രേഷനാണ് ഡിവിഷൻ മാറ്റത്തിന്റെ മാനദണ്ഡമായി പറയുന്നതെങ്കിൽ ചെന്നൈയിലുള്ള ദക്ഷിണ റെയിൽവേ ആസ്ഥാനം എന്തുകൊണ്ട് കേരളത്തിലേക്ക് മാറ്റുന്നില്ല? കേരളത്തിനായി ഒരു സോൺ വേണമെന്നത് നാളുകളായുള്ള ആവശ്യമാണ്. കൂടുതൽ വന്ദേ ഭാരത് ട്രെയിൻ സർവീസുകൾ കേരളത്തിലേക്ക് നീട്ടാനുള്ള നടപടികൾക്ക് BJP നേതാക്കൾ തന്നെ തുരങ്കം വയ്ക്കുന്നു. പാലക്കാട് ഡിവിഷൻ കേന്ദ്രീകരിച്ചും ദില്ലിയിലും പ്രതിഷേധിക്കും. KPCC ഉടൻ സമരം പ്രഖ്യാപിക്കുമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. അപ്രതീക്ഷിതമായ തീരുമാനമാണ് റെയിൽവേയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഇത് പാലക്കാട് ഡിവിഷന് ദയാവധം അനുവദിക്കുന്ന സംബന്ധിച്ചുള്ള നടപടികളുടെ തുടക്കമാണെന്ന് വ്യക്തമാക്കാൻ അവർ തയ്യാറാണ്. ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടാവില്ല എന്ന് ഇവിടുത്തെ MP-മാരെല്ലാവരും നേരത്തെ റെയിൽവേ മന്ത്രാലയവുമായി മന്ത്രിയുമായി ബന്ധപ്പെട്ടപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പ് ലഭിച്ചിരുന്നതാണ്. ഇത്തവണത്തെ ജനറൽ ബോഡി മീറ്റിംഗ് ഇത്തവണത്തെ നമ്മുടെ സദേൺ റെയിൽവേയുടെ ഇവിടുത്തെ മീറ്റിംഗ് പാലക്കാട് വെച്ചിട്ടാണ് അന്ന് നടന്നത്. അന്ന് കൂടുതൽ സൗകര്യങ്ങൾ പാലക്കാട് ഉറപ്പുവരുത്തേണ്ട നടപടികൾ ഉണ്ടാകുമെന്നുള്ള ഉറപ്പാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നിരുന്നത്. പക്ഷെ അതിന് വിപരീതമായിട്ടും വിരുദ്ധമായിട്ടുമാണ് ഇങ്ങനൊരു തീരുമാനം വന്നിട്ടുള്ളത്. ആ തീരുമാനം ഒക്ടോബർ മുതൽ നടപ്പിലാക്കുമെന്നാണ് പറയുന്നത്. അത്തരമൊരു തീരുമാനം നടപ്പിലാക്കാൻ റെയിൽവേ തുനിയരുത്. ആ തീരുമാനത്തിൽ നിന്ന് റെയിൽവേ പുറകോട്ട് പോകണം. ഇത് വരുമാന ശോഷണത്തിൻ്റെ പേര് പറഞ്ഞിട്ട് നമുക്ക് ഭാവിയിൽ നമുക്ക് അനുവദിക്കേണ്ട ട്രെയിനുകളുടെ അനുവദിക്കേണ്ട വികസന പ്രവർത്തനങ്ങളുടെ എല്ലാം കടക്കൽ കത്തിവെക്കാനുള്ള തീരുമാനമാണ്. പലതരത്തിലുള്ള ക്രൈറ്റീരിയൻ ഉണ്ടാക്കുകയാണ്. കാലിനനുസരിച്ച് ചെരുപ്പിടാനല്ല നോക്കുന്നത്, ചെരുപ്പിനനുസരിച്ച് കാല് മുറിക്കാനുള്ള ശ്രമം നടത്തുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഇവിടുത്തെ വരുമാനം കുറയണമെന്ന് തീരുമാനിക്കുക. ഇവിടെ കിട്ടുന്ന ഇൻകം കുറഞ്ഞാൽ ഒരു വർഷം കിട്ടുന്ന ഇൻകം 10-50 കോടി രൂപ കുറയാൻ ഇത് തന്നെ കാരണമാകുമ്പോൾ ആ പേര് പറഞ്ഞ് ഫർദർ ഫണ്ടുകൾ നമുക്ക് അനുവദിക്കുന്ന കാര്യത്തിലും കൂടെ വീഴ്ച വരുത്തിയാൽ അത് നമ്മളോടുള്ള വലിയ കടുത്ത അവഗണനയ്ക്ക് വഴിവെക്കും. അതുകൊണ്ട് ഇത്തരമൊരു തീരുമാനം ഒരിക്കലും ഉണ്ടാവരുത്. പാലക്കാട് ഡിവിഷനിൽ ഉൾപ്പെട്ട മംഗലാപുരത്തിനെ മൈസൂർ ഡിവിഷനോട് ചേർത്ത നടപടി സങ്കുചിതവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസ് പറഞ്ഞു. ചരക്ക് നീക്കത്തിലും യാത്രക്കാരുടെ എണ്ണത്തിലും മുൻപന്തിയിൽ നിൽക്കുന്ന റെയിൽവേ പാലക്കാട് ഡിവിഷനെ വെട്ടിമുറിച്ചത് കേരളത്തിന് ദോഷം ചെയ്യുമെന്നും കൃഷ്ണദാസ് പാലക്കാട്ട് പറഞ്ഞു. കേരളത്തിലെ MP-മാർ പോലും അറിയാതെയാണ് കേരളത്തിനെതിരായ തീരുമാനങ്ങൾ കേന്ദ്രം കൈക്കൊള്ളുന്നത്. ഇതിന് പിന്നിൽ രാഷ്ട്രീയ സങ്കുചിത മനോഭാവമാണ്. ഇതിനെതിരെ ഒറ്റക്കെട്ടായ പ്രക്ഷോഭം അനിവാര്യമാണ്. സംസ്ഥാന വികസനത്തിനെതിരെ BJP-യുടെ മനോഭാവമാണ് പുറത്തു വന്നതെന്നും കൃഷ്ണദാസ് പറഞ്ഞു. അങ്ങനെ ശക്തമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാവണം. MP-മാരെല്ലാവരും കൂടി ഒരുമിച്ച് ഇടപെടണം. രാഷ്ട്രീയ പാർട്ടികൾ ഇടപെടണം. കേരളത്തിനെതിരായിട്ടുള്ളൊരു നീക്കം നിലയ്ക്ക് മറ്റ് സങ്കുചിത രാഷ്ട്രീയ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ സർക്കാർ തന്നെ ഇതിന് നേതൃത്വം കൊടുക്കണം. സർക്കാർ നേതൃത്വം കൊടുത്ത് ഈ നീക്കത്തെ ചെറുത്ത് തോൽപ്പിക്കണം. അല്ലെങ്കിൽ ഇത് കേരളത്തിൻ്റെ റെയിൽവേ വികസനത്തിന് ഏറ്റവും വലിയ തടസ്സമായി തീരും. റെയിൽവേക്ക് വലിയ വരുമാനം ഉണ്ടാകുന്നത് ചരക്ക് നീക്കങ്ങളിലൂടെയാണ്. അതിൻ്റെ കേന്ദ്രമാണ്. അതുവഴിയാണ് ഇങ്ങനെ സേലത്ത് ഡിവിഷൻ ഉണ്ടായപ്പോൾ പോലും പാലക്കാട് ഡിവിഷനായിരുന്നു വരുമാനത്തിൻ്റെ കാര്യത്തിൽ 1-ാം നമ്പർ നിന്നത്. ഈ വിധത്തിലൊക്കെ അതിനെ തകർക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ തന്നെയാണ് ഈ നീക്കം നടത്തുന്നത്. വിശേഷിച്ചും ഇത് കേരളത്തോടുള്ള കടുകയാണ്. കേരളം ഇന്ത്യ രാജ്യത്ത് യാത്രാ വരുമാനം റെയിൽവേക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കി കൊടുക്കുന്ന സംസ്ഥാനം കേരളമാണ്. മറ്റ് സംസ്ഥാനങ്ങളൊക്കെ ചരക്ക് നീക്കത്തിലൂടെ വലിയ വരുമാനം ഉണ്ടാവുകയില്ലേ. പക്ഷേ യാത്രാ വരുമാനം ഏറ്റവും കൂടുതൽ ഉണ്ടാക്കി കൊടുക്കുന്ന സംസ്ഥാനം കേരളമാണ്. ആ സംസ്ഥാനത്തിനെതിരായിട്ട് നീക്കമാണ്. വളരെ വളരെ സങ്കുചിതമായിട്ടുള്ള BJP-യുടെ രാഷ്ട്രീയ നീക്കമാണ് ഇതിൻ്റെ പിന്നിൽ. ഷൊർണൂർ ഭാരതപ്പുഴയോർത്ത് സജ്ജീകരിച്ച ഷൊർണൂർ നഗരസഭ അമൃത് 2.0 ചിൽഡ്രൻസ് പാർക്ക് തുറന്നുകൊടുത്തു. പി മാമിക്കുട്ടി MLA പാർക്ക് ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂർ നഗരസഭയുടെ നിളയോര സൗന്ദര്യവൽക്കരണ പദ്ധതിയുടെ ഭാഗമായി നാട്ടിലെ കുട്ടികൾക്കായി ഭാരതപ്പുഴയോരത്ത് സജ്ജമാക്കിയ അമൃത് 2.0 ചിൽഡ്രൻസ് പാർക്കാണ് വെള്ളിയാഴ്ച വൈകിട്ട് തുറന്നുകൊടുത്ത്. പി മാമിക്കുട്ടി MLA പാർക്ക് ഉദ്ഘാടനം ചെയ്തു. ഇതിന്റെ അപ്ഡേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ സന്ദർഭത്തിൽ ഇതിൽ പ്രവേശനം ഉണ്ടായിരുന്നില്ല. ഈ പണിക്ക് വേണ്ടി നിർത്തിവച്ചിരുന്ന ആ നടപടികൾ പൂർത്തിയാക്കി ഇപ്പോൾ അത് ഇവിടെ വരുന്ന കുട്ടികൾക്കും കുടുംബങ്ങൾക്കും ഉല്ലസിക്കുന്നതിനും വിനോദത്തിനും വിശ്രമിക്കുന്നതിനും കളിക്കുന്നതിനുമൊക്കെയായി സംവിധാനം ചെയ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അത് തുറന്നു കൊടുക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പരിപാടിയിലാണ് നമ്മളൊക്കെ പങ്കെടുക്കുന്നതെന്നർത്ഥം. അത് ഇനിയും ഇതുമായി തന്നെ സമൂഹത്തിൽ വരുന്ന നാട്ടിൽ വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് നമുക്ക് ഇനിയും ഇത് അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. ഉദ്ഘാടന ചടങ്ങിൽ ഷൊർണൂർ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് പി നിർമ്മല അധ്യക്ഷയായിരുന്നു. നഗരസഭാ സെക്രട്ടറി PS രാജേഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. വൈസ് ചെയർമാൻ VK അനുരാജ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ CK സൗമ്യ, C സന്ധ്യ, C രവീന്ദ്രൻ, K വിനോദ്, സുഭാഷ്, യൂസഫ്,
GP ഷൈനി തുടങ്ങിയവർ സംസാരിച്ചു. ഉദ്ഘാടനം കഴിഞ്ഞതോടെ പാർക്കിൽ ആസ്വദിക്കാൻ കുട്ടികളും രക്ഷിതാക്കളും എത്തിത്തുടങ്ങി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ സമര പോരാളികൾക്ക് ആവേശം പകർന്ന ദേശീയഗാനമായ വന്ദേ മാതരത്തെ കേരളത്തിലെ കോൺഗ്രസ് അപമാനിക്കുകയാണെന്ന് BJP പാലക്കാട് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ പറഞ്ഞു. ന്യൂനപക്ഷ പ്രീണനം ശക്തമായി തുടരുന്ന കോൺഗ്രസ് ആത്മാഭിമാനം പാണക്കാട് പണയം വെച്ചതായും അദ്ദേഹം ആരോപിച്ചു. രാജ്യത്തിന്റെ ഐക്യവും ദേശീയഗാനവും സംരക്ഷിക്കാൻ BJP പ്രതിജ്ഞാബദ്ധരാണെന്നും പ്രശാന്ത് ശിവൻ പറഞ്ഞു. BJP ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച വന്ദേ മാതര സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു പ്രത്യേക മതവിഭാഗത്തെ പ്രീണിപ്പിച്ച് ജിഹാദികൾക്ക് മുന്നിൽ മുട്ടിലിറങ്ങിയതുകൊണ്ട് തന്നെയാണ് ഈ ഇന്ത്യ മഹാരാജ്യം മുഴുവൻ അടക്കിവാങ്ങുന്ന കോൺഗ്രസ് പാർട്ടി ഇന്ന് ഇല്ലാതായി കേവലം 4 സംസ്ഥാനങ്ങളിലേക്ക് അധപ്പതിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾ, ഈ നാട്ടിലെ ദേശസ്നേഹികളായ ആളുകൾ, ഇവിടുത്തെ പ്രബുദ്ധരായ മലയാളികൾ കോൺഗ്രസിന്റെ കാപട്യം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. വന്ദേ മാതരത്തിനെതിരായ കോൺഗ്രസിന്റെ നിലപാടിനെ രാജ്യത്തെ പ്രതിഷേധം അലയടിക്കുകയാണ്. വന്ദേ മാതരത്തോട് മറ്റു സംസ്ഥാനങ്ങൾ കാണിക്കാത്ത വിവേചനമാണ് കേരളത്തിലെ കോൺഗ്രസ് കാണിച്ചത്. ന്യൂനപക്ഷ പ്രീണനം ശക്തമായി തുടരുന്ന കോൺഗ്രസ് ആത്മാഭിമാനം പാണക്കാട് പണയം വെച്ചു. രാജ്യത്തിന്റെ ഐക്യവും ദേശീയഗാനവും സംരക്ഷിക്കാൻ BJP പ്രതിജ്ഞാബദ്ധമാണെന്നും പ്രശാന്ത് ശിവൻ പറഞ്ഞു. വന്ദേമാതര സദസ്സിനോടനുബന്ധിച്ച് സ്വാതന്ത്ര്യ സമരസേനാനി രത്നവേൽ ചെട്ടിയാരുടെ സ്മാരകമായ അഞ്ചുവിളക്കിൽ പുഷ്പാർച്ചന നടത്തുകയും വന്ദേമാതരം ആലപിക്കുകയും ചെയ്തു. മഹിളാ മോർച്ച ജില്ലാ പ്രസിഡന്റ് കവിത മേനോൻ അധ്യക്ഷത വഹിച്ചു. BJP ജില്ലാ ഭാരവാഹികളായ AK ഓമനക്കുട്ടൻ, N ഷൺമുഖൻ, C മധു, TS മീനാക്ഷി, രവി അടിയത്ത്, സിന്ധു രാജൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. റെയിൽവേ പ്ലാറ്റ്ഫോമിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പോലീസ് പിടിച്ചെടുത്തു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഒലവക്കോട് റെയിൽവേ പോലീസ്, പാലക്കാട് RPF എന്നിവർ സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് 350 പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെടുത്തത്. പുകയില ഉൽപ്പന്നങ്ങൾ ചില്ലറ വിൽപ്പനയ്ക്ക് കൊണ്ടുവന്നതാണെന്നും ചില്ലറ വിൽപ്പനക്കാർ മൊത്ത വിവരക്കാരെ അറിയാതിരിക്കാനും വിതരണക്കാരെ പോലീസ് അറിയാതിരിക്കാനുമുള്ള തന്ത്രത്തിന്റെ ഭാഗമായാണ് പുകയില ഉൽപ്പന്നങ്ങൾ പ്ലാറ്റ്ഫോമിൽ ഉപേക്ഷിച്ചതെന്ന സംശയത്തിലാണ് പോലീസ് സബ് ഇൻസ്പെക്ടർ പ്രവീൺ KJ, CPO ദീപക്, CPO ഗോകുൽ, RPF കോൺസ്റ്റബിൾ ശ്രീജിത്ത് എന്നിവർ ഓപ്പറേഷന് നേതൃത്വം നൽകിയത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ക്ഷേമ പെൻഷൻ വിതരണം അട്ടിമറിച്ച UDF സർക്കാരിനെതിരെ KSKTU മനുശ്ശേരി വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മനുശ്ശേരി വില്ലേജ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി S കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ഈ സമരം ഇവിടെ കർഷക തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. സംസ്ഥാനത്താകെ കർഷക തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രതിഷേധ സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരാണ് ക്ഷേമ പെൻഷൻ എന്ന പദ്ധതി നടപ്പിലാക്കിയത്. 1980 അധികാരത്തിൽ വന്ന സഖാവ് EK നായനാരുടെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റാണ് നമ്മുടെ ഇന്ത്യ ചരിത്രത്തിൽ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇല്ലാത്ത ആദ്യമായി കേരള സംസ്ഥാനത്ത് കർഷക തൊഴിലാളിക്കൊരു ക്ഷേമനിധിയും അതുപോലെ പെൻഷനും നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിച്ചത്. പഞ്ചായത്ത് അംഗം CC അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ സെക്രട്ടറി M സുരേന്ദ്രൻ, CPIM ഏരിയ കമ്മിറ്റി അംഗം K കൃഷ്ണകുമാർ, ലോക്കൽ സെക്രട്ടറി M ഗോപാലകൃഷ്ണൻ, T വേലുദാസ്, M വിജീഷ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഷൊർണൂർ മുനിസിപ്പൽ പരിധിയിലെ 77-ാം നമ്പർ നെടുങ്ങോട്ടൂർ അംഗൻവാടിയിൽ വിവിധ പരിപാടികളോടുകൂടി ഓണാഘോഷം സംഘടിപ്പിച്ചു. വാർഡ് കൗൺസിലർ K കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. നെടുങ്ങോട്ടൂർ 77-ാം നമ്പർ അംഗനവാടിയിൽ ശനിയാഴ്ച വിപുലമായ രീതിയിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. രാവിലെ വയോമിത്രത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ പൂക്കള മത്സരത്തോടുകൂടിയായിരുന്നു ഓണാഘോഷ പരിപാടിക്ക് തുടക്കം. ഓണാഘോഷ പരിപാടികളുടെ ഔപചാരികമായ ഉദ്ഘാടനം വാർഡ് കൗൺസിലർ K കൃഷ്ണകുമാർ നിർവഹിച്ചു. ഞാൻ ആദ്യമായി ഒരു ഓണ ആശംസ അർപ്പിക്കുകയാണ്. നമ്മളിന്ന് വളരെ ഗംഭീരമായി തന്നെ നമ്മുടെ വാർഡിലെ ഈ ഓണാഘോഷ പരിപാടി നടത്താൻ ഇന്ന് കഴിഞ്ഞ ദിവസം കൂടിയ കമ്മിറ്റി നമ്മൾ തീരുമാനിക്കുകയുണ്ടായി. നമുക്കറിയാം, ഈ കൗൺസിൽ അധികാരത്തിൽ വന്ന ആദ്യത്തെ ഓണമാണ് നമ്മുടെ ഓണം. അത് ഒട്ടും മോശമാക്കാതെ നല്ല ഗംഭീരമായി തന്നെ നടത്തണം എന്നുള്ള വലിയൊരു ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഇതിന് ഒരുക്കങ്ങൾ ആരംഭിച്ചത്. ഇന്ന് നമ്മൾ ഇതിന് ഒരുക്കങ്ങൾ ആരംഭിച്ചപ്പോൾ നമ്മുടെ കുട്ടികളുടെ കലാപരിപാടികൾ, അമ്മമാരുടെ കലാപരിപാടികൾ, അതുപോലെ തന്നെ പൂക്കള മത്സരങ്ങൾ, അതോടൊപ്പം തന്നെ നമ്മുടെ ഈ വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് മുഴുവനായും ഓണക്കോടി വിതരണം ചെയ്യാൻ, നമ്മുടെ വാർഡിലെ ഹരിതകർമ്മ സേനയ്ക്ക് ഓണക്കോടി വിതരണം ചെയ്യാനും, അതിനുശേഷം
നല്ല ഒരു ഓണസദ്യയോട് കൂടി നമുക്ക് ഈ പരിപാടി അവസാനിപ്പിക്കണം എന്നുള്ള വലിയൊരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളിതിന് തുടക്കം കൊടുത്തത്. കൗൺസിലർ കെ കൃഷ്ണകുമാറിന്റെ വക തൊഴിലുറപ്പ് തൊഴിലാളികൾ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, ആശാവർക്കർമാർ, അംഗനവാടി ടീച്ചർ, വർക്കർ എന്നിവർക്കുള്ള ഓണക്കിറ്റ് വിതരണവും ചടങ്ങിൽ നടന്നു. ചടങ്ങിൽ SP മുരളി അധ്യക്ഷത വഹിച്ചു. നാരായണൻ നമ്പൂതിരി, സുബ്രഹ്മണ്യൻ നമ്പൂതിരി, അംഗനവാടി ടീച്ചർ ഗിരിജ, ശശി, അലി, ഇന്ദിര തുടങ്ങിയവർ സംസാരിച്ചു. ഓണസദ്യയും വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. വൈകുന്നേരം വരെ നടന്ന ആഘോഷ പരിപാടിയിൽ നിരവധി പേർ പങ്കാളികളായി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഓണത്തെ വരവേറ്റ് ചെറുതുരുത്തി നിള ബോട്ട് ക്ലബ് ഭാരതപ്പുഴയിൽ സംഘടിപ്പിച്ചിരിക്കുന്ന വള്ളത്തോൾ ട്രോഫി വള്ളംകളി മഹോത്സവത്തിൽ ചെറുതുരുത്തിയിൽ നിന്നുള്ള 9 അംഗ ടീം മത്സരിക്കും. ഇതിനുള്ള ഒരുക്കങ്ങൾ എല്ലാം പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചരിത്രത്തിൽ ആദ്യമായാണ് ഭാരതപ്പുഴയിൽ ഇങ്ങനെയൊരു ജലോത്സവം നടക്കുന്നത്. ഇതിന്റെ ഭാഗമായി നാട്ടുകാരും രാഷ്ട്രീയ നേതാക്കന്മാരും മറ്റു വിവിധ തുറകളിൽ പ്രവർത്തിക്കുന്നവരും ഒറ്റക്കെട്ടായാണ് ജലോത്സവത്തെ വരവേൽക്കുന്നത്. ഞായറാഴ്ച രാവിലെ 10 മണിക്ക് പൂക്കള മത്സരം, ഓണക്കളികൾ, കൈകൊട്ടിക്കളി നടക്കും. ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കുന്ന ജലോത്സവ ഘോഷയാത്ര MLA-മാരായ UR പ്രദീപ്, മാമ്മിക്കുട്ടി എന്നിവർ ഫ്ലാഗ് ഓഫ് ചെയ്ത് ഉദ്ഘാടനം നിർവഹിക്കും. ചടങ്ങിൽ വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത ഹരി, ഷൊർണൂർ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് P. നിർമ്മല തുടങ്ങിയവർ സന്നിധരാകും. ജലോത്സവ മഹോത്സവത്തിൽ 9 വള്ളങ്ങൾ തുഴച്ചിലിനായി ഇറങ്ങും. വിജയികൾക്ക് ക്യാഷ് പ്രൈസും മൊമന്റോയും MP-മാരായ K. രാധാകൃഷ്ണൻ, VK ശ്രീകണ്ഠൻ എന്നിവർ വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളന ഉദ്ഘാടനത്തിൽ നൽകുമെന്ന് ഭാരവാഹികളായ രാജീവ് പിള്ളത്ത്, M. ഉണ്ണികൃഷ്ണൻ, KK ശിവശങ്കരൻ, KH ജിതേഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിൽ അറിയപ്പെടുന്ന വള്ളംകളിയായി വള്ളത്തോൾ ട്രോഫി വള്ളംകളിയെ മാറ്റണമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു പ്രാരംഭമായി നാളെ കഴിഞ്ഞാൽ മറ്റന്നാൾ ഇവിടെ വള്ളത്തോൾ ട്രോഫി വള്ളംകളി ഇവിടെ തുടങ്ങുകയാണ്. ഇതൊരു ആരംഭമായിരിക്കും. തീർച്ചയായും ഇതിപ്പോൾ തന്നെ ജനങ്ങൾ മുഴുവൻ ഏറ്റെടുത്തിട്ടുണ്ട്. അടുത്ത വർഷം വളരെ നല്ല രീതിയിൽ തന്നെ ഇതിനേക്കാൾ ഒരുപാട് വിപുലമായ പരിപാടികളോടെ ഇത് നടത്തുന്നതിനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. മറ്റന്നാൾ നടക്കുന്നത് കൃത്യം 2 മണിക്ക് തന്നെ ഇതിൻ്റെ ഫ്ലാഗ് ഓഫ് തുടങ്ങണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഫ്ലാഗ് ഓഫ് നടത്തുന്നത് നമ്മുടെ ഇവിടെ ചേലക്കര നിയോജകമണ്ഡലത്തിൻ്റെ MLA ശ്രീ UR പ്രദീപും എന്നുള്ളതാണ്. മറ്റൊന്ന് നീള ഗ്രൂപ്പാണ് ഇതിൻ്റെ പ്രായോജകർ, മറ്റൊന്ന് കുടുംബിനി സൂപ്പർ മാർക്കറ്റാണ്, ഒന്ന് റിവർ റിട്രീറ്റ് ആണ്, ഒന്ന് ജംഗിളാർക്ക് ഹോം സ്റ്റേ ആണ്, ഒന്ന് സൂപ്പർ വാല്യൂ സൂപ്പർ മാർക്കറ്റാണ്, മറ്റൊന്ന് നിള ബോട്ട് ക്ലബ്ബാണ്, മറ്റൊന്ന് മലബാർ ഇലക്ട്രോണിക്സ് ആണ്, മിലാനോ സ്പോർട്സ് ആണ് മറ്റൊരു പ്രായോജകർ, റോയൽ സൂപ്പർ മാർക്കറ്റ് ചേലക്കര മറ്റൊന്ന്. അങ്ങനെ 9 ആളുകളാണ് ഈ ഓരോ ബോട്ടുകളെയും സ്പോൺസർ ചെയ്യുന്നത്. അതിൻ്റെ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ വള്ളംകളി ദിവസം കാലത്ത് ഇവിടെ നറുക്കെടുക്കുക. അങ്ങനെയാണ് ഓരോ ക്ലബ്ബുകളെയും ഓരോ പ്രായോജകർക്ക് കിട്ടുക. അങ്ങനെയാണ് 2 മണിക്ക് തന്നെ നമ്മുടെ ജലഘോഷയാത്ര കൃത്യമായി ആരംഭിക്കും. 9 വള്ളങ്ങളും നിരന്നു നിന്ന് വർണ്ണശബളിതമായൊരു ഘോഷയാത്രയാണ് ഈ ഫിനിഷിംഗ് പോയിന്റിൽ നിന്ന് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്കാണ് ജലഘോഷയാത്ര നടക്കുക. തിരിച്ച് സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ PWD കൊച്ചിൻ പാലമാണ്. അവിടുന്ന് ഇങ്ങോട്ട് റെയിൽവേ പാലത്തിന് അങ്ങോട്ടാണ് ഇതിൻ്റെ മത്സരം നടക്കുന്നത്. 3 വള്ളങ്ങളായി മത്സരിക്കണമെന്നാണ് ഇപ്പോൾ അതിൻ്റെ അസോസിയേഷൻ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മുള്ളൂർക്കര ഗവൺമെന്റ് LP സ്കൂളിൽ സംഘടിപ്പിച്ച ഓണാഘോഷം വർണ്ണാഭമായി. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NS വർഗീസ്, വൈസ് പ്രസിഡന്റ് മുംതാസ് എന്നിവരും ആഘോഷ പരിപാടികളുടെ ഭാഗമായി. മങ്കര പൂലോടി ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെയും ക്ഷീരവികസന വകുപ്പിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ക്ഷീരമൈത്രി ക്ഷീര കർഷക സംഗമം നടത്തി. പരിപാടി മങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KA വിനീത ഉദ്ഘാടനം ചെയ്തു. തന്നെ പാല് വരുന്നത്, അപ്പൊ മായം കലർന്ന പൊടികളൊക്കെ കലർത്തിട്ടാണ് ആ പാക്കറ്റ് പാല് തന്നെ നമുക്ക് നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ വിഷരഹിതമായ പാല് തന്നെയാണ്. അപ്പൊ നമ്മൾക്ക് വേണ്ടത് ഉൽപ്പന്നം എന്താണ്? ക്ഷീരമേഖലയിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ വീട്ടില് പശു ഉള്ള നമ്മൾക്ക് അത് നല്ല പാല് കൊണ്ട് ഉപയോഗിക്കാം. നമുക്ക് നമ്മുടെ വീട്ടിലൊരു പശു ഉണ്ടെങ്കിൽ നമ്മൾക്കത് ഉപയോഗിക്കാം. അതേപോലെ കുറഞ്ഞു വരുന്ന ഈ സാഹചര്യമാണ് നമ്മുടെ നാട്ടിൽ തന്നെ കണ്ടുവരുന്നത്. അതേപോലെ പശു വളർത്തുന്ന അതിന് എന്തൊക്കെ ഒരു ബുദ്ധിമുട്ടുകളാണുള്ളത്. അവർക്ക് തീറ്റ കൊടുക്കണം, അതേപോലെ പിണ്ണാക്ക്, അതിന് എന്താ പറയാ കാലിത്തീറ്റ എന്നിവരെ വില കൂടി വരുന്ന ഒരു സാഹചര്യമാണ്. സംഘം പ്രസിഡന്റ് KS സതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ക്ഷീരവികസന വകുപ്പ് വാർഷിക പദ്ധതികളെക്കുറിച്ച് ഡയറി ഫാം ഇൻസ്പെക്ടർ TV ദീപ്തി വിശദീകരിച്ചു. കറവ പശു രോഗങ്ങളും പ്രതിരോധ മാർഗങ്ങളും എന്ന വിഷയത്തിൽ കല്ലൂർ വെറ്ററിനറി ആശുപത്രിയിലെ വെറ്ററിനറി സർജൻ ഡോക്ടർ യു ജയേഷ് ക്ലാസ് എടുത്തു. കൂടുതൽ പാലളത കർഷകൻ KC സഹദേവൻ, കൂടുതൽ പാലളത കർഷക V നൂർജഹാൻ,
മുതിർന്ന ക്ഷീരകർഷകൻ ഭാസ്കരൻ, മുതിർന്ന ക്ഷീരകർഷക കെ രത്നകുമാരി, ഏറ്റവും കൂടുതൽ ഗുണനിലവാരമുള്ള പാലളന്ന കർഷക മാധവിക്കുട്ടി ഉപഹാരം നൽകി ആദരിച്ചു. സംഘം വൈസ് പ്രസിഡന്റ് ടി.എ. സുജാത, രത്നകുമാരി, പി. ശ്രീകുമാർ, സ്മിത, രാമകൃഷ്ണൻ, പി. സിന്ധു എന്നിവർ സംസാരിച്ചു. കെ. ബി. ഉണ്ണീഷൻ സ്വാഗതവും എസ്. സുനിത നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ബാംഗ്ലൂരിൽ വാഹനാപകടത്തിൽ IT ഉദ്യോഗസ്ഥനായ കോട്ടായി സ്വദേശി മരിച്ചു. കോട്ടായി ചമ്പ്രകുളം ഫെർണാണ്ടസ്, കോട്ടായി ഗവൺമെന്റ് ഹൈസ്കൂൾ റിട്ടയർഡ് അധ്യാപിക റിജിന ദമ്പതികളുടെ മകൻ 52 വയസ്സുള്ള രഞ്ജുവാണ് മരിച്ചത്. ഭാര്യ ഹെൽന, മക്കൾ രോഹൻ, റിവാൻ. ബാംഗ്ലൂർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ കർഷക ചന്ത 2026 തുടക്കമായി. പഞ്ചായത്ത് പ്രസിഡന്റ് പി. വിജയൻ ചന്ത ഉദ്ഘാടനം ചെയ്തു. രാവിലെ കുടുംബശ്രീ ഘോഷയാത്രയും ഉണ്ടായിരുന്നു. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ കർഷകചന്ത 2026 ശനിയാഴ്ച മുതൽ തുടക്കം കുറിച്ചത്. ടൗണിലെ ഒരു സ്വകാര്യ കെട്ടിടത്തിലാണ് ചന്ത പ്രവർത്തിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി. വിജയൻ ചന്ത ഉദ്ഘാടനം ചെയ്തു. ആദ്യ വിൽപ്പനയും നടന്നു. ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് പ്രിയ പ്രശാന്ത് അധ്യക്ഷയായിരുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MP വിജയകുമാർ, കൃഷി ഓഫീസർ ഹാരിയ കൃഷ്ണ, CDS വൈസ് ചെയർപേഴ്സൺ പ്രസന്ന തുടങ്ങിയവർ സംസാരിച്ചു. നേരത്തെ പഞ്ചായത്തിൽ കുട്ടികളുടെ ഡാൻസും തുടർന്ന് കുടുംബശ്രീ പ്രവർത്തകരുടെ ഘോഷയാത്ര ടൗണിലേക്കും ഉണ്ടായിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കൃഷിഭവന്റെ നേതൃത്വത്തിലുള്ള ജില്ലാതല ഓണച്ചന്തയുടെ ഉദ്ഘാടനം മങ്കര കൃഷിഭവനിൽ നടന്നു. മന്ത്രി കെ. തുളസി ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ സർക്കാർ ഇപ്രാവശ്യം ഓണവിപണിയിൽ വളരെ കാര്യക്ഷമമായിട്ടുള്ള ഇടപെടലാണ് നടത്തിയിട്ടുള്ളത്. കേരളത്തെ തന്നെ 3 മേഖലകളായി തിരിച്ചുകൊണ്ട് 3 മഹാ ട്രേഡ് ഫെയറുകൾ കേരളത്തിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഓണം സീസൺ വരുന്ന സമയത്ത് ഡിമാൻഡ് കൂടുമ്പോൾ സാധനങ്ങളുടെ വിലയും കൂട്ടുക എന്നുള്ള പൊതുവായിട്ടുള്ളൊരു രീതി എല്ലാ കാലഘട്ടങ്ങളിലും നമ്മൾ കണ്ടുവരുന്നതാണ്. അപ്പോൾ ആ ഒരു സാഹചര്യം വരുമ്പോൾ ഏറ്റവും മെച്ചപ്പെട്ട സാധനങ്ങൾ, ഗുണനിലവാരമുള്ള സാധനങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലനിരക്കിൽ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിവിധ വകുപ്പുകളുടെ സംയോജിതമായിട്ടുള്ള ഇടപെടലിലൂടെ സർക്കാർ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ കൃഷി വകുപ്പിൻ്റെ നേതൃത്വത്തിൽ പ്രത്യേകിച്ച് വിഷം തീണ്ടാത്ത, കീടനാശിനി തളിക്കാത്ത ഗ്രാമീണർ അവരുടെ പ്രാദേശികമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികളൊക്കെ തന്നെ ഈ ഓണത്തിന് ഏറ്റവും നല്ല പച്ചക്കറികൾ ഓണസദ്യയിൽ ഉപയോഗിക്കുക എന്നുള്ള ആ ഒരു ഉദ്ദേശലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടാണ് ഈ ഒരു ഓണച്ചന്ത ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. കോങ്ങാട് ലഹരി വിമുക്തി സമിതി അവലോകന യോഗം ചേർന്നു. കോങ്ങാട് MLA ഓഫീസിൽ ചേർന്ന യോഗത്തിൽ എക്സൈസ് ഉദ്യോഗസ്ഥന്മാരും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരും വ്യാപാരി വ്യവസായി പ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും വാർഡ് മെമ്പർമാർ, ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. സർക്കാരിൻ്റെ 100 ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായി പോലീസ്, എക്സൈസ് വകുപ്പുകൾ നടത്തുന്ന ഓപ്പറേഷൻ തൂപ്പാം, ഓപ്പറേഷൻ തണ്ടർ പരിപാടികളും ഓണവിശേഷ ദിവസങ്ങളിൽ നടത്തുന്ന സ്പെഷ്യൽ ഡ്രൈവ് പ്രോഗ്രാമും വിശദീകരിച്ചു. ലഹരി വിപണനത്തിനെതിരെയും എല്ലാവരും ജാഗരൂകരായിരിക്കണമെന്ന് മന്ത്രി കെ. തുളസി പറഞ്ഞു. തെളിവുകൾ പല ക്യാമ്പസുകളിലും എന്തിനേറെ പറയുന്നു, കൊച്ചുകുട്ടികൾ പഠിക്കുന്ന സ്കൂളിന്റെ പരിസരങ്ങളിൽ പോലും ഇത് ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ നമുക്ക് ഈ ജാഗ്രതാ സമിതികളിൽ പ്രത്യേകിച്ച് പൊതുപ്രവർത്തകർ, സന്നദ്ധ പ്രവർത്തകർ, അതുപോലെ തന്നെ NCC, അതുപോലെ NSS, അതുപോലെ തന്നെ സ്റ്റുഡന്റ് പോലീസ്, ഇങ്ങനെ എല്ലാ വിഭാഗം കൂട്ടായ്മകളുടെയും ഒരു കൂട്ടായിട്ടുള്ള ഒരു സഹകരണവും പിന്തുണയും തീർച്ചയായിട്ടും ഈ പ്രവർത്തനങ്ങളിൽ ഉറപ്പാക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം പലപ്പോഴും ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും എക്സൈസ് വകുപ്പിന്റെ ആണെങ്കിലും ഇത്തരത്തിലുള്ള അന്വേഷണത്തിനോ അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ എവിടെയെങ്കിലും ഉണ്ട് എന്ന് രഹസ്യമായിട്ട് വിവരം കിട്ടി അവിടേക്ക് പോകുമ്പോഴേക്കും ആ ആളുകളിലേക്ക് ഇവരിവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരം അവിടെ ലഭ്യമായ ഈ സാധനങ്ങളുടെ തൊണ്ടി മുതലടക്കം നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കില്ല എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. അപ്പോൾ ഒരു കൂട്ടായ്മ നമുക്ക് കക്ഷി രാഷ്ട്രീയത്തിനും മറ്റെല്ലാ ഭിന്നതകൾക്കും അപ്പുറത്ത് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചാൽ അതിൽ കുട്ടികൾ മുതൽ മുതിർന്ന ആളുകൾ വരെ അതിന് അംഗങ്ങളായി വളരെ വിജിലന്റ് ആയിട്ട് മുന്നോട്ട് പോയാൽ ഒരു പരിധിവരെ ആ പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് നിർവഹിക്കാൻ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ ഈ മീറ്റിംഗ് വളരെ നേരത്തെ കൂടേണ്ടതായിരുന്നു. ഞാനൊരു മിനിസ്റ്റർ എന്നുള്ള നിലയിൽ എൻ്റെ ഔദ്യോഗിക നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വളരെ 3 മാസം തികച്ചിട്ടേ കഴിഞ്ഞു. പള്ളി എക്സൈസ് ഇൻസ്പെക്ടർ മാത്യു റിപ്പോർട്ട് അവതരിപ്പിച്ചു. എക്സൈസ് ഉദ്യോഗസ്ഥരായ M. റിയാസ്, ജിജോയ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ പുഷ്പലത, ബേരി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പറളി കൃഷിഭവന്റെ നേതൃത്വത്തിലുള്ള ഓണച്ചന്തയ്ക്ക് തുടക്കമായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉഷാകുമാരി ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KS അജിത് അധ്യക്ഷത വഹിച്ചു. 30% വില കിഴിവിനാണ് ഉപഭോക്താക്കളിലേക്ക് സാധനം എത്തിക്കുന്നത്. ഇത്തവണ ഒരു തീർത്തും
രജിസ്റ്റർ ചെയ്ത് അവരുടെ ബാങ്ക് അക്കൗണ്ട് അതിനകത്തേക്ക് കയറ്റി നമ്മൾ ഇപ്പോൾ രാജേട്ടൻ ഒരു കർഷകനാണ്, പുള്ളി ഇത്ര കിലോ ചേന ഇവിടെ കൊണ്ടുവരുന്ന സമയത്ത് ആളുടെ ID പ്രകാരം ആ ചേനയുടെ കാര്യം അതിനകത്ത് കയറ്റിയിട്ടുണ്ടെങ്കിൽ ആൾക്കിന്ന് വൈകുന്നേരത്തിനുള്ളിൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് പൈസ എത്തിക്കുന്ന രീതിയിലാണ് മൊത്തം സംവിധാനം ഏർപ്പാടാക്കിയിരിക്കുന്നത്. കോട്ടായി ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ചേർന്ന് ഓണാഘോഷം സംഘടിപ്പിച്ചു. ഓണപ്പൂക്കളവും ഓണസദ്യയും ഒരുക്കിയിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് CN സുധേഷ്ണ, പഞ്ചായത്ത് സെക്രട്ടറി സതീഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. വാടാനംകുറിശി അമൃതം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ നിർധനരായ ക്യാൻസർ, കിഡ്നി, കിടപ്പ് രോഗികൾക്ക് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു. മംഗളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP വിജയൻ ഉദ്ഘാടനം ചെയ്തു. വാടാനംകുറിശി അമൃതം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിലാണ് നിർധനരായ ക്യാൻസർ, കിഡ്നി, കിടപ്പ് രോഗികൾക്ക് ഓണക്കിറ്റുകൾ വിതരണം ചെയ്ത്. ശനിയാഴ്ച രാവിലെ വാടാനംകുറിശിയിലുള്ള BRC ഹാൾ വെച്ചായിരുന്നു ചടങ്ങ് സംഘടിപ്പിച്ചത്. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP വിജയൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ പാലക്കാട് ജില്ലാ പഞ്ചായത്ത് അംഗം ബേബി ബാബു ഓണക്കിറ്റ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. വാരണാസി മലബാർ ഗ്രൂപ്പ് ഹംസഹാജി മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ അമൃതം ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർപേഴ്സൺ ശ്രീലത ടീച്ചർ അധ്യക്ഷയായിരുന്നു. കൺവീനർ TM ഗോപികൃഷ്ണൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ 10ാം വാർഡ് മെമ്പർ ജുനൈദ്, TM മോഹനകുമാർ, TP രാജീവ്, ശോഭ, മോഹനകൃഷ്ണൻ, അസീസ് സേതലവി എന്നിവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ ഷൊർണൂർ. ഷൊർണൂർ തനിമ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ ഡോക്ടർ MP പരമേശ്വരൻ അനുസ്മരണം നടത്തി. ഡോക്ടർ CM നീലകണ്ഠൻ മുഖ്യാതിഥിയായിരുന്നു. തനിമ ഓണപ്പതിപ്പ് പ്രകാശനവും നടന്നു. ഷൊർണൂർ തനിമ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിലാണ് ഡോക്ടർ MP പരമേശ്വരൻ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത്. ശനിയാഴ്ച രാവിലെ തനിമ സാംസ്കാരിക വേദി ഹാളിലായിരുന്നു പരിപാടി. ഡോക്ടർ CM നീലകണ്ഠൻ മുഖ്യാതിഥിയായി. ഒരു 300 കൊല്ലം 400 കൊല്ലം അല്ലെങ്കിൽ 1000 ആണ്ട് കഴിയുമ്പോഴാവും ഇതിൻ്റെയൊക്കെ മൂല്യം, പ്രാധാന്യം നമുക്ക് വിലയിരുത്താൻ സാധിക്കും. വിവേകാനന്ദനെ കുറിച്ച് ഒരു വലിയ മഹാൻ അദ്ദേഹത്തെക്കുറിച്ച് കമന്റ് ചെയ്തിട്ടുണ്ട്. വിവേകാനന്ദന്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ 150 കൊല്ലം 200 കൊല്ലം അല്ല, ചിലപ്പോൾ 500 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും വിവേകാനന്ദന്റെ പ്രവർത്തനത്തിന്റെ സാമൂഹ്യ സാംസ്കാരിക തലം വിലയിരുത്തപ്പെടുക എന്ന്. ഇതുപോലെയാണ് ബുദ്ധന്റെ പ്രവർത്തനവും അല്ലെങ്കിൽ ശങ്കരാചാര്യരുടെ പ്രവർത്തനവും അതുപോലെ വിവേകാനന്ദന്റെ പ്രവർത്തനവും അതുപോലെയുള്ള നമ്മുടെ നാഷണലിസം, അതുപോലെ സ്വാതന്ത്ര്യ സമരം, ദേശീയ പ്രസ്ഥാനം, സ്വാതന്ത്ര്യ സമരം ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഇന്ത്യയുടെ ഭിഷണയെ, ഇന്ത്യയുടെ ചിന്തയെ, ഇന്ത്യയുടെ നേതൃത്വത്തെ മുന്നോട്ട് കൊണ്ടുപോയ കുറേ ആളുകളുണ്ടല്ലോ. യോഗത്തിൽ തനിമ ഓണപ്പതിപ്പ് പ്രകാശനവും ഡോക്ടർ CM നീലകണ്ഠൻ നിർവഹിച്ചു. തനിമ സാംസ്കാരിക വേദി പ്രസിഡന്റ് അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി MC ശങ്കരൻ, നിഷ ശശിധരൻ, ശിവൻ സുതാലയം തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ ഷൊർണൂർ. ഷൊർണൂർ നഗരസഭ കൃഷിഭവനിൽ ഓണസമൃദ്ധി 2026 കർഷക ചന്ത പ്രവർത്തനം ആരംഭിച്ചു. നഗരസഭ ചെയർപേഴ്സൺ P നിർമ്മല ചന്ത ഉദ്ഘാടനം ചെയ്തു. ഉത്രാടം വരെ ചന്ത പ്രവർത്തിക്കും. ഷൊർണൂർ നഗരസഭ കൃഷിഭവനിൽ ശനിയാഴ്ച രാവിലെയാണ് ഓണസമൃദ്ധി 2026 കൃഷിചന്തയ്ക്ക് തുടക്കം കുറിച്ചത്. നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് P നിർമ്മല ചന്ത ഉദ്ഘാടനം ചെയ്തു. വിഭാഗത്തിൻ്റെയും കാർഷിക വികസന ക്ഷേമ വകുപ്പിൻ്റെയും കീഴിൽ ചന്ത സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഹോർട്ടികോർപ്പിൻ്റെയും അതുപോലെ തന്നെ പാടശേഖരത്തിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങളാണ് ഇവിടെ വിൽപ്പന നടത്തുന്നത്. നമ്മുടെ ഈ ആഘോഷവും അതുപോലെ തന്നെ ആഘോഷവേളകളിലെല്ലാം പൊതുവിപണിയിൽ നല്ല വിലക്കയറ്റം ഉണ്ടാവും. അത് പിടിച്ചു നിർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി അതുപോലെ തന്നെ നല്ല ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്ന ഒരു വിചാരത്തോടും കൂടിയാണ് ഗവൺമെൻറ് ഇത്തരത്തിലുള്ള ചന്തകളെല്ലാം സംഘടിപ്പിക്കുന്നത്. ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർമാൻ VK അനുരാജ് അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ CK സൗമ്യ, സന്ധ്യ, രവീന്ദ്രൻ, കൗൺസിലർ VK ശ്രീകൃഷ്ണൻ, കൃഷി ഓഫീസർ ബിജു തുടങ്ങിയവർ സംസാരിച്ചു. പാടശേഖര സമിതി ഭാരവാഹികൾ, കർഷകർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ചടങ്ങിൽ ആദ്യ വിൽപ്പനയും ഉണ്ടായിരുന്നു. ഉത്രാടം വരെ ചന്ത പ്രവർത്തിക്കും. ന്യൂസ് സെന്റർ ഷൊർണൂർ. തൃക്കങ്ങോട് കാളിയാർ മഠം വിഷ്ണുമായ ക്ഷേത്ര ട്രസ്റ്റിന്റെ ജീവകാരുണ്യ പദ്ധതിയായ കാളിയാർ മഠം കാരുണ്യസ്പർശം പദ്ധതിയിലെ ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു. തെരഞ്ഞെടുത്ത 500 കുടുംബങ്ങൾക്കാണ് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തത്. ഒറ്റപ്പാലം പോലീസ് സബ് ഇൻസ്പെക്ടർ അമൽ ചന്ദ്രൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വാണിയംകുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K കൃഷ്ണകുമാർ, പഞ്ചായത്ത് അംഗങ്ങളായ ലക്ഷ്മി, ശ്രീജ, ക്ഷേത്രം മാനേജർ ശരത്, രാധാകൃഷ്ണൻ മാന്തന്നൂർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ഒരു കുടുംബത്തിന് ഓണം ആഘോഷിക്കാൻ ആവശ്യമായ അരിയടക്കമുള്ള എല്ലാ പലവ്യഞ്ജനങ്ങളും അടങ്ങിയ സമ്പൂർണ്ണ ഓണക്കിറ്റാണ് ക്ഷേത്രത്തിൻ്റെ നേതൃത്വത്തിൽ അർഹരായ കുടുംബങ്ങൾക്ക് നൽകിയത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം.
ഷൊർണൂർ പരുത്തിപ്ര TMSLP സ്കൂളിൽ വിപുലമായ പരിപാടികളോടെ ഓണാഘോഷം സംഘടിപ്പിച്ചു. ആഘോഷത്തിൽ കുട്ടികളും രക്ഷിതാക്കളും നാട്ടുകാരും ഒരുപോലെ പങ്കാളികളായി. ആഘോഷങ്ങളുടെ ഭാഗമായി 20-ാം തീയതി വിഭവസമൃദ്ധമായ ഓണസദ്യ സ്കൂളിൽ ഒരുക്കിയിരുന്നു. സ്നേഹത്തിൻ്റെയും കൂട്ടായ്മയുടെയും പ്രതീകമായി മാറിയ സദ്യയിൽ മുനിസിപ്പൽ കൗൺസിലർമാരായ കൃഷ്ണകുമാർ, സിന്ധു, മുൻ നഗരസഭാ ചെയർമാൻ M. നാരായണൻ, മാനേജ്മെന്റ് പ്രതിനിധീകരിച്ച് കവി ചന്ദ്രൻ എന്നിവരുൾപ്പെടെയുള്ള വിദ്യാർത്ഥികളുടെ അഭ്യുദയകാംക്ഷികൾ സംബന്ധിച്ചു. തുടർന്ന് 21-ാം തീയതി കുട്ടികളുടെ രക്ഷിതാക്കളുടെയും വിവിധ കലാവിരുന്നുകൾ അരങ്ങേറി. കസേരക്കളി, വടംവലി തുടങ്ങി മെഗാ തിരുവാതിരക്കളി ഉൾപ്പെടെ ഒട്ടേറെ കലാകായിക മത്സരങ്ങളും പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ചു. നാട്ടുകാരുടെയും SSG അംഗങ്ങളുടെയും PTA-യുടെയും മാനേജ്മെന്റിന്റെയും രക്ഷിതാക്കളുടെയും സജീവ സാന്നിധ്യം ചടങ്ങിന് ഏറെ മിഴിവേകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ആഗോളതാപനം കുറയ്ക്കാൻ ഒരു വീടിന് 3 വൃക്ഷം എന്ന ആശയവുമായി മുഖ്യമന്ത്രിക്ക് വിദ്യാർത്ഥികൾ കത്തെഴുതി. മാങ്കുറിശ്ശി AUP സ്കൂളിലെ കുട്ടികളാണ് പരിസ്ഥിതി പ്രവർത്തകൻ രതീഷ് ബാലന്റെ സഹകരണത്തോടെ മുഖ്യമന്ത്രിക്ക് കത്ത് എഴുതിയത്. ആഗോളതാപനത്തെ മറികടക്കാൻ ഒരു വീടിന് 3 വൃക്ഷം എന്ന ആശയവുമായി വിദ്യാർത്ഥികൾ മുഖ്യമന്ത്രിക്ക് കത്തെഴുതി. സർക്കാർ അനുവദിക്കുന്ന വീടുകളിലും നൂതന നിർമ്മാണം നടക്കുന്ന സ്ഥലങ്ങളിലും ഫലവൃക്ഷ തൈകളോ തണൽമരങ്ങളോ നട്ട് ആഗോളതാപനത്തെ ചെറുക്കണമെന്നാണ് വിദ്യാർത്ഥികളുടെ കത്തിലെ ഉള്ളടക്കം. മാങ്കുറിശ്ശി AUP സ്കൂളിലെ വിദ്യാർത്ഥികളാണ് പരിസ്ഥിതി പ്രവർത്തകൻ രതീഷ് ബാലന്റെ സഹകരണത്തോടെ മുഖ്യമന്ത്രിക്ക് കത്തെഴുതിയത്. മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുന്നവരെ കത്തെഴുതാനാണ് തീരുമാനമെന്ന് രതീഷ് ബാലനും പറഞ്ഞു. മാങ്കുറിശ്ശി UP സ്കൂളിൽ നടന്ന ചടങ്ങിൽ രജീഷ് ബാലൻ, കിഷോർ സ്വാമി, വിശ്വനാഥൻ, പ്രധാനാധ്യാപകൻ പ്രകാശ്, സുനിൽദാസ്, സുമയ്യ, ലക്ഷ്മി ദേവി, ധന്യ സഞ്ജയ റാണി, ധന്യ, സന്ധ്യ റാണി എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കേരളത്തിലെ തന്ത്രിമാരുടെ നേതൃത്വത്തിലുള്ള താന്ത്രിക വൈദിക പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ഈ വർഷത്തെ യജ്ഞം ഒക്ടോബർ 30, 31, നവംബർ 1 തീയതികളിലായി ഷൊർണൂർ ചുടുവാൾത്തൂർ ശിവക്ഷേത്രത്തിൽ നടക്കും. ഷൊർണൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ യജ്ഞത്തെക്കുറിച്ച് സംഘാടകർ വിശദീകരിച്ചു. കേരളത്തിലെ തന്ത്രിമാരുടെ നേതൃത്വത്തിൽ നടത്തുന്ന പൂജ പഠിതാക്കളുടെ ഒരു രജിസ്റ്റേർഡ് ട്രസ്റ്റാണ് താന്ത്രിക വൈദിക പഠന ഗവേഷണ കേന്ദ്രം. ഈ കൂട്ടായ്മ എല്ലാ വർഷവും നടത്തുന്ന വാർഷിക സമ്മേളനമാണ് യജ്ഞം. ഈ വർഷത്തെ യജ്ഞം ഒക്ടോബർ 30, 31, നവംബർ 1 എന്നീ തീയതികളിലായി ഷൊർണൂരിലെ ചുടുവാലത്തൂർ ശിവക്ഷേത്രത്തിൽ വെച്ചാണ് വിവിധ പരിപാടികളോടുകൂടി സംഘടിപ്പിക്കുക. ഒക്ടോബർ 30 ഉദ്ഘാടനവും പ്രഭാഷണങ്ങളും നടക്കും. 31 ശ്രീരുദ്രം കലശാഭിഷേകവും ശങ്കരാചാര്യരുടെ വിവിധ സ്തോത്രങ്ങളെ പറ്റിയുള്ള പ്രബന്ധ അവതരണവും പ്രഗത്ഭരായ ആചാര്യന്മാരുടെ സംഗമവും അനുമോദനവും വിവിധ കലാപരിപാടികളും നടക്കും. നവംബർ 1 പഠിതാക്കൾ നടത്തുന്ന ഹോമാചാരപ്രകാരമുള്ള 27 ജന്മനക്ഷത്രങ്ങൾക്കും 5 പഞ്ചഭൂതങ്ങൾക്കും കൂടി 32 ഗണപതി ഭാവങ്ങൾക്ക് ഉള്ള ഹോമം, 27 നക്ഷത്ര അതിദേവതാ പൂജ, 27 നക്ഷത്ര വൃക്ഷപൂജ, ആചാര്യസംഗമം, സമാപന സമ്മേളനം എന്നിവയും ഉണ്ടായിരിക്കും. കഴിഞ്ഞ 6 വർഷമായി സംഘടന വിവിധ പരിപാടികൾ നടത്തി വരാറുണ്ട്. സംസ്കൃത പഠനം, ഋഗ്വേദ പഠനം, 11 ഉപനിഷത്തുക്കളുടെ പഠനം, ശങ്കരാചാര്യരുടെ വിവിധ സ്തോത്രങ്ങളുടെ പഠനം, ലളിത സഹസ്രനാമ പഠനം, വിഷ്ണു സഹസ്രനാമ പഠനം, കുട്ടികൾക്കായി നടത്തുന്ന അവധിക്കാല ക്യാമ്പ്, പരിസ്ഥിതിക്കായി നക്ഷത്ര വൃക്ഷ പദ്ധതി മുതലായവ പരിപാടികളാണ് നടത്തി വരാറുള്ളത്. യജ്ഞത്തെക്കുറിച്ച് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ വിശദീകരിച്ചു. 2026 ഒക്ടോബർ 30, 31, നവംബർ 1 തീയതികളായിട്ട് ചുടുവാലത്തൂർ ശിവക്ഷേത്രത്തിൽ നടക്കുന്ന യജ്ഞം 3 ദിവസങ്ങളായിട്ടാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ശങ്കര ദർശനം ആസ്പദമാക്കിയിട്ടുള്ള പ്രബന്ധ അവതരണം, ചർച്ച, വിചാരസത്രം, ശങ്കരൻ്റെ സ്തോത്രങ്ങൾ, ശങ്കരൻ്റെ കൃതികളെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ ഈ വേദിയിൽ വെച്ച് നടക്കുകയാണ്. അതോടൊപ്പം തന്നെ വളരെ അപൂർവമായിട്ട് നടക്കുന്ന 32 ഗണപതി ഹോമം, 32 ആചാര്യന്മാർ ഇരുന്നുകൊണ്ട് ഒരേ സമയം 32 ഹോമകുണ്ടങ്ങളിലായി 32 പേർ നടത്തുന്ന ഓരോ നക്ഷത്രത്തിനും ഓരോ ഗണപതി എന്ന സങ്കല്പമുണ്ട്. ആ വിധാനം അനുസരിച്ചുള്ള ഗണപതി ഹോമം. അതോടൊപ്പം ഓരോ നക്ഷത്രക്കാർക്കും അതിദേവതയെക്കുറിച്ച് പറയുന്നുണ്ട്. ആ അതിദേവതകൾക്ക് പ്രത്യേകമായിട്ട് പൂജ. പൂജാ പഠനത്തോടൊപ്പം ആത്മീയ ഉണർവ് ലക്ഷ്യമാക്കി നടത്തുന്ന പ്രവർത്തനങ്ങളാണ് TVSRC നടത്തി വരുന്നത്. വാർത്താസമ്മേളനത്തിൽ പരമേശ്വരൻ നമ്പൂതിരി കൂക്കമ്പാറ, D. ഉണ്ണികൃഷ്ണൻ, ക്ഷേത്ര പുനരുദ്ധാരണ കമ്മിറ്റി അംഗം ഉണ്ണികൃഷ്ണൻ, എടക്കഴിപ്പുറം ശ്രീരാമഹ, വൈശ്രവണത്തെ നാരായണൻ, ഹിതേഷ് പതിയിൽ, ശങ്കരനാരായണൻ, നീരജ് കുക്കുംപാറ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ.
റോഡിൽ സീബ്ര ലൈൻ ഉണ്ടായിട്ടും കാൽനട യാത്രക്കാർക്ക് അപകടം ഉണ്ടാകുന്നതായി റിപ്പോർട്ടുകൾ വരുന്നു. ഇതേക്കുറിച്ച് താങ്കളുടെ അഭിപ്രായമെന്ത്? മാറ്റിലേക്ക് ലഭിച്ച പ്രതികരണങ്ങളിലേക്ക്. അപകടങ്ങൾ പെരുകി വരുന്നു എന്നുള്ളത് തീർച്ചയായും ഡ്രൈവർമാരുടെ അനാസ്ഥയാണ്. കാരണം അവർക്ക് ലൈസൻസ് കൊടുക്കുമ്പോൾ തന്നെ ഇത്തരം കാര്യങ്ങൾക്ക് അവർ പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഡ്രൈവർമാർക്ക് കർശന നിർദ്ദേശങ്ങൾ കൊടുത്ത് ആദ്യം ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുന്ന സമയത്ത് തന്നെ അത് ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ ഇത് തടയാൻ നമുക്ക് കഴിയൂ. ഉപയോഗിക്കുമ്പോൾ ഒരുപാട് ആക്സിഡന്റ് ഇപ്പോൾ അടുത്ത കാലത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് രണ്ടുപേരുടെയും കുഴപ്പമുണ്ട്. അതായത് ആൾക്കാർ ക്രോസ് ചെയ്യുമ്പോൾ ഈ ഡ്രൈവേഴ്സ് പല മാനസികാവസ്ഥയിലാണ് വരുന്നത്. അപ്പോൾ അവർ ചിലപ്പോൾ ഡ്രിങ്ക് ചെയ്യുന്നുണ്ടാവും, ചിലപ്പോൾ വേറെ വല്ല പ്രോബ്ലംസ് ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ രണ്ടുപേരും കാര്യമാണ്. നമ്മുടെ വിദേശ രാജ്യത്തൊക്കെയാണ് നമ്മൾ സേഫ് ക്രോസ് ചെയ്യാൻ നിൽക്കുന്ന പറഞ്ഞാൽ തന്നെ വണ്ടി നിർത്തിയിട്ട് തരും. ഞാൻ 50 കൊല്ലം വണ്ടി ഓടിക്കാൻ ഞാൻ സീബ്രയിൽ ആരെങ്കിലും ക്രോസ് ചെയ്യാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ഞാനത് വണ്ടി നിർത്തിയിട്ടേ ഓടിച്ചോളൂ. എല്ലാവരും ഒരേ മാനസികാവസ്ഥയല്ല. അതുകൊണ്ട് രണ്ടു കൂട്ടരും അത് ശ്രദ്ധിക്കേണ്ടത്. റോഡ് അതോറിറ്റി ഒക്കെ എല്ലാവരും ടൗണിൽ പ്രദേശങ്ങളും എല്ലാ പ്രദേശങ്ങളിലും റോഡിൽ സീബ്ര ലൈൻ വെക്കുന്നത് വാഹന അപകടങ്ങളെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ അത് ഈ അടുത്ത കാലത്തായി സീബ്ര ലൈനിലാണ് അപകടങ്ങൾ കൂടി വരുന്നത്. ഇതിനൊരു പോംവഴി എന്നുള്ള നിലയ്ക്ക് പറയാനുള്ളത് വാഹനങ്ങളുടെ അമിതമായ ശ്രദ്ധിക്കാതെ വാഹനങ്ങൾ സ്പീഡ് കൂടി ആ സീബ്ര ലൈനാണോ എന്താണോ നോക്കാതെ എല്ലാവരും ഒരേ സ്പീഡിൽ അടിച്ചു പോവാണ്. അവരെ നിയന്ത്രിക്കാൻ വാഹനങ്ങളെയും ഡ്രൈവർമാരെയും നിയന്ത്രിക്കാനുള്ള സംവിധാനം കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് കൂടി വരും. സീബ്ര ലൈൻ മാത്രമല്ല, ഇപ്പോൾ സ്കൂൾ വാഹനങ്ങൾ ഇതിനോടൊപ്പം സൂചിപ്പിക്കാനുള്ളത് സ്കൂൾ സമയങ്ങളിൽ ടിപ്പറോ അതുപോലുള്ള വാഹനങ്ങളോ ഓടാൻ പാടില്ല എന്ന നിയമമുണ്ട്. പക്ഷെ എങ്കിലും പല ഭാഗത്തും കട്ടോട്ടും എല്ലാ ഭാഗങ്ങളിലും ഈ ഇതിനെതിരായുള്ള വാഹനങ്ങൾ ധാരാളം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് സർക്കാരിന്റെ ഭാഗത്തുനിന്നും പോലീസിന്റെ ഭാഗത്തും കാര്യമായ ഇടപെടൽ ഉണ്ടായെങ്കിൽ മാത്രമേ ഇതിന്റെ ഒരു പരിഹാരം കാണാൻ കഴിയൂ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജിച്ചതിന് പിന്നിൽ കർണാടക ലോബിയാണെന്ന് വി.കെ. ശ്രീകണ്ഠൻ എം.പി. പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജനത്തിലൂടെ പാലക്കാടിന്റെയും കേരളത്തിന്റെയും വികസനം ഇല്ലാതാക്കുകയാണ് ബി.ജെ.പിയുടെ ലക്ഷ്യമെന്നും എം.പി. മുന്നറിയിപ്പുകളോ ചർച്ചകളോ ഇല്ലാതെ റെയിൽവേ ഡിവിഷൻ വിഭജിച്ചതിനെതിരെ പാർലമെന്റിനകത്തും പുറത്തും ശക്തമായ പ്രക്ഷോഭം നടത്തുമെന്നും വി.കെ. ശ്രീകണ്ഠൻ. പാലക്കാട് റെയിൽവേ ഡിവിഷൻ മാറ്റം ദയാവധത്തിന് മുന്നോടിയായുള്ള നടപടിയാണെന്ന് ഷാഫി പറമ്പിൽ എം.പി. ഇത് യുക്തിരഹിതമായ നടപടിയാണെന്നും കേന്ദ്രത്തിന്റേത് രാഷ്ട്രീയ അവഗണനയാണെന്നും ഷാഫി പറമ്പിൽ. പാലക്കാട് ഡിവിഷനിൽ ഉൾപ്പെട്ട മംഗലാപുരത്തിനെ മൈസൂർ ഡിവിഷനോട് ചേർത്ത നടപടി സങ്കുചിതവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസ്. ചരക്ക് നീക്കത്തിലും യാത്രക്കാരുടെ എണ്ണത്തിലും മുൻപന്തിയിൽ നിൽക്കുന്ന റെയിൽവേ പാലക്കാടിനെ വെട്ടിമുറിച്ചത് കേരളത്തിന് ദോഷം ചെയ്യുമെന്നും കൃഷ്ണദാസ്. ഷൊർണൂർ നഗരസഭയുടെ നിളയോര സൗന്ദര്യവൽക്കരണ പദ്ധതിയുടെ ഭാഗമായി കുട്ടികൾക്കായി ഭാരതപ്പുഴയോരത്ത് സജ്ജമാക്കിയ അമൃത് 2.0 ചിൽഡ്രൻസ് പാർക്ക് തുറന്നുകൊടുത്തു. കുട്ടികൾക്കിനി ആസ്വാദനത്തിന്റെ നാളുകൾ. ചിൽഡ്രൻസ് പാർക്കിന്റെ ഉദ്ഘാടനം P. മമ്മിക്കുട്ടി MLA നിർവഹിച്ചു. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ സമര പോരാളികൾക്ക് ആവേശം പകർന്ന ദേശീയഗാനമായ വന്ദേമാതരത്തെ കേരളത്തിലെ കോൺഗ്രസ് അപമാനിക്കുകയാണെന്ന് BJP പാലക്കാട് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ. രാജ്യത്തിന്റെ ഐക്യവും ദേശീയഗാനവും സംരക്ഷിക്കാൻ BJP പ്രതിജ്ഞാബദ്ധരാണെന്നും പ്രശാന്ത് ശിവൻ. BJP പാലക്കാട് ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാലക്കാട്ട് വന്ദേമാതര സദസ്സ്. ഓപ്പറേഷൻ തൂഫാൻ പരിശോധന. ഒലവക്കോട് പ്ലാറ്റ്ഫോമിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. 350 പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത് ഒലവക്കോട് റെയിൽവേ പോലീസും പാലക്കാട് RPF എന്നിവയുടെ സംയുക്ത പരിശോധനയിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.